നമുക്കൊരു യാത്ര പോയിട്ട് വന്നാലോ? സാധാരണ ട്രിപ്പൊക്കെ പോകുമ്പം മാക്സിമം സ്ഥലങ്ങൾ കണ്ടു തീർക്കണം, അടിച്ചു പൊളിക്കണം, അതായിരിക്കും മനസ്സിൽ. പക്ഷെ ഇത്തവണ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ജീവിതം ഇങ്ങനെ തിരക്കുകളോട് തിരക്കുകളായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, മാക്സിമം തിരക്കുകളിൽ നിന്നൊക്കെ മാറി റിലാക്സായി പീസ്ഫുള്ളായി എവിടെയെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ, അതായിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടെ പ്ലാൻ. കാലത്തേ തന്നെ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് ആരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെ കഴിപ്പിച്ചും ഞങ്ങൾ കഴിച്ചും ആഘോഷമായിട്ടാണ് ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. നിലൂനാണെങ്കിലും കുറുക്കൊക്കെ കയ്യിൽ കരുതിയിട്ടുള്ളത് കൊണ്ട് വേറെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. മുഴുവൻ കഴിച്ചില്ലെങ്കിലും പിന്നെ പോകുന്ന വഴിക്ക് കൊടുക്കാമല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കോട്ടയം ഭാഗത്തുള്ള കടവുഴ എന്ന് പറയുന്ന വാട്ടർഫോൾ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ് ഞാനും രാഹുലും ഇവിടെ വരുന്നത്. സംഭവം കാണുമ്പോൾ വെള്ളച്ചാട്ടം വളരെ ചെറുതാണെങ്കിലും നമ്മളെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന, വശീകരിക്കുന്ന എന്തോ ഒരു സൗന്ദര്യം ആ ഒരു വെള്ളച്ചാട്ടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ വീണ്ടും ഈ ഒരു ട്രിപ്പിൽ ഉൾപ്പെടുത്താനുള്ള മെയിൻ കാരണം. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് 2 ഭാഗങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതിൽ മുകൾ ഭാഗത്തേക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നല്ല ആഴമുള്ളൊരു ഏരിയ ആണിത്. അതുകൊണ്ട് നീന്തൽ അറിയാവുന്നവർ മാത്രം ഈ ഒരു സ്പേസിൽ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും സേഫ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗേൾസും പിള്ളേരും ഒക്കെ വളരെ സേഫായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അരികത്ത് കാലൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് കളിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതിൻ്റെ താഴെയുള്ള ഭാഗത്ത് വളരെ സേഫാണ്. ആഴവും കാര്യങ്ങളൊന്നുമില്ല, നിരപ്പായിട്ടുള്ള ഒരു പാറയൊക്കെ ഉള്ളൊരു ഭാഗമാണ്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ കൂട്ടത്തിൽ കൂടുതൽ കാണാൻ ഭംഗി ഈ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് തന്നെ വീണ്ടും വന്നത്. മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് കഷ്ടിച്ചൊരു 5 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ മുതിർന്നവർക്ക് വരാൻ കുറച്ച് പാടായിരിക്കും. കാരണം പാറക്കെട്ടുകളോട് കൂടിയ കയറ്റവും ഇറക്കവും ഒക്കെയുള്ള വഴി മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ബോയ്സ് ഇങ്ങനെ നീന്തി തുടിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അസൂയ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു നിവൃത്തിയില്ല. ആർക്കും നീന്തൽ അറിയാത്തത് കൊണ്ടിട്ട് തന്നെ ഇങ്ങനെ വെള്ളം ഇറക്കി കരയിൽ നിൽക്കാൻ മാത്രമേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേരാണെങ്കിൽ വെള്ളം കണ്ടിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വെള്ളത്തിൽ കളിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. അങ്ങനെ വാട്ടർഫോൾ വിസിറ്റിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ സ്റ്റേയിലേക്ക് പോരുമായിരുന്നു. ഇടുക്കി മൂലമറ്റം ഭാഗത്തായിട്ടായിരുന്നു ഞങ്ങളുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടുമാറി റിലാക്സ് ആവാൻ പ്ലാൻ ചെയ്ത് വരുന്നവർക്കുള്ള കറക്റ്റ് സ്പോട്ടായിരുന്നു ഈ ഒരു സ്റ്റേ. 5 ബെഡ്റൂം ഉള്ള ഒരു പ്രൈവറ്റ് വില്ലയാണ് കേട്ടോ ഇത്. ഈ ഒരു വീഡിയോയിൽ കാണുന്നതിലും ഇരട്ടി ഭംഗി നേരിട്ട് കാണുമ്പം ഈ ഒരു വീടിനുണ്ട് കേട്ടോ. ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ഒരു വീടിൻ്റെ അറേഞ്ച്മെൻറ്റ്സും നീറ്റ്നെസ്സുമാണ്. വളരെ ക്ലീനായിട്ട് അടുക്കും ചിട്ടയോടും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വില്ലയായിരുന്നു അത്. ആ ഒരു വീടിൻ്റെ ഇൻറ്റീരിയലും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും അവൈലബിൾ ആണ്. സത്യം പറയുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ടും എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല, തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല. വീടിനകത്ത് കയറിയ പാടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മാറി മാറി വീടിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. റൂമൊന്നും സെലക്ട് ചെയ്യാൻ ആർക്കും നേരം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ റൂമും എല്ലാ ഏരിയയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. വിശാലമായിട്ടുള്ള ഈ ഒരു ഹോള് ഈ ഒരു വീടിൻ്റെ മെയിൻ അട്രാക്ഷനാണ്. കസിൻസായിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടൊക്കെ ആണെങ്കിലും രാത്രി ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയാനും ഗെയിംസൊക്കെ നടത്താനും എല്ലാത്തിനും പറ്റിയ ഒരു സ്പേസാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കിങ്ങിനാണെങ്കിൽ 2 അടുക്കള ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫുഡ് നമുക്ക് ആവശ്യമാണെന്നാണെങ്കിൽ അവരത് അറേഞ്ച് ചെയ്ത് തരുകയും ചെയ്യും. ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയല്ല കേട്ടോ, ഇവിടെ തന്നെ കുക്ക് ചെയ്ത് നമുക്ക് തരുന്നതാണ്. ഈ വീടിനൊപ്പം തന്നെ ഈ വീടും കാര്യങ്ങളൊക്കെ നോക്കുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഫാമിലിയാണുള്ളത്. അവരാണ് നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എവിടെ ട്രിപ്പ് പോയാലും റൂം ബുക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടോയെന്നായിരിക്കും. യെസ്, ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഈ കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റും. അപ്പം നമുക്കിനി വിശാലമായിട്ട് പുറത്തിറങ്ങി ബാക്കി കാഴ്ചകളൊക്കെ കണ്ടാലോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ അകം ചെറുതാണെങ്കിലും അകത്തുനിന്ന് നോക്കുമ്പോൾ പുറം വിശാലമാണ്. അങ്ങനെ എന്തോ ഒരു ഡയലോഗില്ലേ, കറക്റ്റ് എനിക്കറിയില്ല. ഇവിടെ എന്തായാലും അകവും പുറവും ഒക്കെ വിശാലമായ സ്പേസ് ഉള്ള ഏരിയ ആണ് കേട്ടോ. ഇനി സ്വിമ്മിംഗ് പൂളിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ
കുട്ടികൾക്കായിട്ടുള്ള ഭാഗവും അഡൾട്ടിനായിട്ടുള്ള ഭാഗവും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീന്തൽ അറിയാത്തതുകൊണ്ട് ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും ഫുൾ ടൈം കുട്ടികളുടെ ഭാഗത്തായിരുന്നു. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കഴുത്ത് വരെ വെള്ളമുള്ളെന്ന്. പിന്നെ കാര്യം പറയണ്ടല്ലോ, പിള്ളേർ അലമ്പുണ്ടാക്കുന്നത് വരെ ഫുൾ ടൈം ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സാധാരണ ട്രിപ്പൊക്കെ പോകുമ്പോൾ ബോയ്സ് ഒന്നെങ്കിൽ ഫുൾ ടൈം വെള്ളത്തിലായിരിക്കും, അല്ലെങ്കിൽ വെള്ളാടിയായിരിക്കും, അതും അല്ലെങ്കിൽ ഏതെങ്കിലും മൂലക്ക് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഏരിയയുടെ ഭംഗി കൊണ്ടാണോ ആ ഒരു വൈബ് കിട്ടിയത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ക്രിക്കറ്റ് കളിക്കാനും ഷട്ടിൽ ബാറ്റ് കളിക്കാനും ഒക്കെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് ഗെയിമും കാര്യങ്ങളുമായിട്ട് അങ്ങനെ അങ്ങ് കൂടി. വേറെ കുറച്ച് പേര് വെള്ളം കണ്ടപ്പോൾ സ്വിമ്മിംഗ് പൂളിലും സെറ്റായി. ഞങ്ങൾ കുറച്ച് പേര് റിലാക്സായി റൂമിലൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു വൈബ് കിട്ടാൻ കാരണം ഈ ഒരു സ്റ്റേ തന്നെയാണ്. സാധാരണ നമ്മൾ ട്രിപ്പൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ അധികമൊന്നും അന്വേഷിക്കാതെ കിട്ടുന്ന എവിടെയെങ്കിലും ധാരാളം പൈസയും ചിലവാക്കി സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യും. പക്ഷേ ഈ ഒരു സമാധാനവും ഈ ഒരു റിലാക്സേഷനും ഒന്നും നമുക്ക് അവിടെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ. ഈ വീഡിയോ കാണുന്നവരിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകാൻ ഒരുപാട് ക്യാഷ് വേണ്ടേ, സമയം വേണ്ടേ, സൗകര്യം വേണ്ടേ. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പണം ചിലവാക്കുന്നുണ്ടാവും. അതൊക്കെ സേവ് ചെയ്ത് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ, ആ ഒരു ഓർമ്മകൾ മതി ഒരുപാട് കാലം നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോഴൊന്നും പോയില്ലെങ്കിൽ ഇനി എപ്പോൾ പോകാനാണെന്നേ. അപ്പോൾ തള്ളു പറച്ചിൽ കുറച്ചിട്ട് കാര്യത്തിലേക്ക് വരാം. ഫിലോസഫി കുറച്ച് കൂടിപ്പോയല്ലേ, അതവിടെ നിൽക്കട്ടെ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മണിക്കൂർ അടുക്കെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ കളിയും കുളിയും ഒക്കെ തന്നെയായിരുന്നു. ആർക്കും തിരിച്ചു കയറാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രിത്തേക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തിരിച്ചു കയറിയത്. രാത്രി ഞങ്ങളെല്ലാവരും അതിൻ്റെ പുറകെയായിരുന്നു. അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് നല്ലൊരു പ്രത്യേക വൈബായിരുന്നു. രാത്രിയിൽ ലൈറ്റൊക്കെ കത്തി നിൽക്കുമ്പം ഈ വില്ല കാണാൻ വേറൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഗ്രില്ലടിക്കലും ഫുഡ് കഴിപ്പും ഒക്കെ കഴിഞ്ഞ് രാത്രി അന്താക്ഷരി കളിയും ഡ്രം സ്മാഷും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തതിലും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ദിവസം ഞങ്ങൾക്ക് കിട്ടി. സത്യം പറയുകയാണെങ്കിൽ ആർക്കും ആ ഒരു ട്രിപ്പ് മതിയായിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ടൈം കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ട്രിപ്പ് ഒരു ദിവസമൊന്നും പോരാ, ഒരു 2-3 ദിവസം എന്തായാലും വേണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, അതുകൊണ്ട് വിശേഷങ്ങൾക്കും അവസാനമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.